റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടന്ന ചർച്ചകൾ വിജയകരമെന്ന് ട്രംപ്. യുക്രൈൻ യുദ്ധം ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങുന്നതിനുള്ള വഴി തുറന്നിരിക്കുകയാണ്. അതേസമയം യുക്രൈൻ സൈന്യത്തെ പൂർണ്ണമായും റഷ്യൻ സേന വലയം ചെയ്തിരിക്കുകയാണ്. അവരുടെ ജീവൻ ആപത്തുണ്ടായാൽ അത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കാണുന്ന ഏറ്റവും വലിയ കൂട്ടക്കുരുതിയായിരിക്കും. അത്തരം ദൗർഭാഗ്യകരമായ സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ പുടിനോട് അഭ്യർത്ഥിച്ചതായും ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. വിവരങ്ങൾ നൽകാൻ വീണ്ടും ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ ജോസ്, വിവരങ്ങൾ. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇക്കഴിഞ്ഞ ദിവസമാണ് സ്റ്റീവ് വിറ്റ്കോഫും, അതായത് യുക്രൈൻ യുദ്ധം സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കുന്നതിനും അവയിൽ ചർച്ച നടത്തുന്നതിനുമായി ട്രംപ് നിയോഗിച്ച പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായുള്ള ചർച്ചകൾ പുടിനുമായി നടന്നത്. പുടിനുമായുള്ള ചർച്ചകൾക്ക് ശേഷം യുക്രൈൻ വെടിനിർത്തൽ, അതായത് താൽക്കാലികമായ 30 ദിവസത്തെ വെടിനിർത്തലിനെ തയ്യാറാണ് എങ്കിലും ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു പുടിൻ. ഇതിന്റെ പശ്ചാത്തലത്തിൽ പ്രതികരണങ്ങളെല്ലാം വന്നതിന് ശേഷമാണ് അമേരിക്കയുടെ നിലപാട്, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത്. ഈ ചർച്ച വളരെ വിജയകരമായിരുന്നു. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സാധ്യത തുറന്നു കിട്ടുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് എന്ന് ട്രംപ് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതേസമയം നേരത്തെ അക്ഷയ സൂചിപ്പിച്ചതുപോലെ യുക്രൈനെ വലയം ചെയ്തിരിക്കുന്ന റഷ്യൻ സൈന്യം ഏതെങ്കിലും സംഘർഷാവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ അത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കേൾക്കുന്ന ഏറ്റവും വലിയ കൂട്ടക്കുരുതിയുടെ വാർത്തയായിരിക്കും. അത്തരമൊരു വാർത്ത വരുന്ന സാഹചര്യം ഒഴിവാക്കാനും അത്തരം സങ്കീർണ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും റഷ്യ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചതായും ട്രംപ് സമൂഹ മാധ്യമമായ ട്രൂത്തിൽ കുറിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ വളരെ പോസിറ്റീവായി, അല്ലെങ്കിൽ ഏറെ അനുകൂലമായ രീതിയിൽ മുന്നേറുന്നതെന്ന് തന്നെയാണ് ട്രംപിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പുടിനുമായുള്ള ചർച്ച ഏറെ പ്രയോജനകരമായിരുന്നു എന്ന് ട്രംപ് പറയുമ്പോൾ ഒരു ശാശ്വത സമാധാനത്തിലേക്ക് യുക്രൈൻ യുദ്ധം നീങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാനാവുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 3 വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കാര്യമായ ശ്രമങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അതായത് ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം ഉണ്ടാവുകയും ചെയ്തിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ വലിയ പുരോഗതി യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള നീക്കങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അത് തീർത്തും അനുകൂലമായ ഒരു ഘടകമാണ്. ഈ മേഖലയിലെ സംഘർഷം ഒഴിവാക്കുന്നതിനുള്ള കാര്യക്ഷമമായ ഇടപെടൽ നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അധികം വൈകാതെ പുടിനുമായി നേരിട്ടുള്ള ചർച്ചകൾക്കുള്ള സാധ്യതയും തുറന്നിരിക്കുന്നു. വൈകാതെ തന്നെ ഈ 3 വർഷമായി തുടരുന്ന യുക്രൈൻ റഷ്യ യുദ്ധം ശാശ്വതമായി പരിഹരിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷ നൽകുന്നതാണ് ട്രംപിന്റെ വാക്കുകൾ. അക്ഷയ. ശരി, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.